20 മണ്ഡലങ്ങളിൽ വെച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വിജയിച്ചത്. രാഹുൽ ഗാന്ധി ഒഴിയുന്ന വയനാട്ടിൽ മത്സരിക്കാൻ പ്രിയങ്ക ഗാന്ധി തയ്യാറായില്ലെങ്കിൽ പകരത്തിന് ആര് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. VS ജോയി, PK ജയലക്ഷ്മി, ഷൗക്കത്ത് അലി എന്നിവർ പരിഗണനയിലും ഉണ്ട്. ഇതിനൊപ്പം പ്രിയങ്കയെ സമ്മതിപ്പിക്കാനും നീക്കം നടക്കുന്നു. രാഹുലിന് പകരം ആരെന്ന ചർച്ച കോൺഗ്രസിൽ സജീവമാണ് ഇപ്പോൾ. രാഹുൽ ഗാന്ധിക്ക് മണ്ഡലത്തിൽ ലഭിച്ച ഉയർന്ന ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും നിലവിലെ വിജയത്തിന്റെ ആഡംബരം കെടുത്താതെയുള്ള ഭൂരിപക്ഷമാണ് UDF പ്രതീക്ഷിക്കുന്നത്. K മുരളീധരൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വയനാട് നൽകാൻ കോൺഗ്രസ് പാർട്ടി നേതൃത്വം തയ്യാറാണ്. ഇടഞ്ഞു നിൽക്കുന്നത് കൊണ്ട് മുരളീധരൻ ഉടനൊരു മത്സരത്തിനു കൂടി തയ്യാറാവില്ല, പ്രത്യേകിച്ച് ലോക്സഭയിലേക്ക്. അങ്ങനെ വന്നാൽ വയനാട് മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഒരാൾക്ക് തന്നെ നറുക്കു വീഴാനാണ് സാധ്യത. മലപ്പുറം DCC അധ്യക്ഷൻ VS ജോയി, മുൻ മന്ത്രി PK ജയലക്ഷ്മി, KPCC സെക്രട്ടറി നൌഷാദ് അലി, ആര്യാടൻ ഷൗക്കത്ത് തുടങ്ങിയ പേരുകളാണ് ഇപ്പോൾ ചർച്ചകളിൽ ഉള്ളത്. എന്നാൽ വയനാടിനോട് ചേർന്ന് കിടക്കുന്ന മലപ്പുറം, പൊന്നാനി, വടകര മണ്ഡലങ്ങളിലെല്ലാം ഒരേ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള MPമാരാണെന്നതിനാൽ വയനാട്ടിലേക്ക് അതേ വിഭാഗത്തിൽ നിന്നും വീണ്ടും ഒരാളെ പരീക്ഷിക്കാനിടയില്ല. അങ്ങനെയെങ്കിൽ ഷൗക്കത്തിനും നൌഷാദിനും പ്രതീക്ഷ വേണ്ട. വയനാട്ടിൽ പ്രധാന പരിഗണന ലഭിക്കാനിടയുള്ള ഒരു പേര് മുൻ KSU അധ്യക്ഷൻ കൂടിയായ VS ജോയിയുടേതാണ്. സമകാലികരായ പലരും പരിഗണിക്കപ്പെട്ടപ്പോഴും പാർലമെന്ററി രംഗത്തും സംഘടനാ രംഗത്തും പതിവായി തഴയപ്പെട്ട പേരാണ് ജോയിയുടേത്. കോഴിക്കോട്, മലപ്പുറം, വയനാട് മേഖലകളിൽ കോൺഗ്രസിൽ നിന്നും പാർലമെന്ററി രംഗത്ത് ക്രൈസ്തവ പ്രാതിനിധ്യം ഇല്ലെന്നതും ജോയിക്ക് തുണയാകും. അതേസമയം തന്നെ കേരളത്തിൽ നിന്ന് വനിതാ പ്രാതിനിധ്യം ഇല്ലെന്നത് മുൻ മന്ത്രി PK ജയലക്ഷ്മിക്കും അനുകൂലമാകാൻ സാധ്യതയുണ്ട്. ആദിവാസി സമൂഹത്തിൽ നിന്നുള്ള നേതാവാണെന്നതും ജയലക്ഷ്മിക്ക് അനുകൂല ഘടകമായി മാറും. ഇതിനിടെ വയനാട് മത്സരിക്കാൻ പ്രിയങ്ക ഗാന്ധിക്കുമേൽ സമ്മർദ്ദമുണ്ട് എന്നാണ് കേൾക്കുന്നത്. 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടാണ് ഇങ്ങനെയൊരു നീക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പ്രിയങ്കയുടെ സാന്നിധ്യം ഗുണം ചെയ്യുമെന്നാണ് പ്രവർത്തകരുടെ വിലയിരുത്തൽ.